നമസ്കാരം. പാകിസ്ഥാൻ ഇന്ന് അശാന്തിയിലാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഖൈബർ പഖ്തൂൺഖ മേഖല, മുൻപ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്നറിയപ്പെട്ടിരുന്ന ആ ഒരു വസീറിസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം വളരെയധികം അശാന്തിയിലാണ്. അശാന്തി എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മേഖലയാകമാനം അസ്ഥിരമായിരിക്കുന്നു. പാകിസ്ഥാൻ വളരെ വലിയ അങ്കലാപ്പിലാണ്. ആഭ്യന്തരമായി വസീറിസ്ഥാനിൽ മാത്രമല്ല, കുറച്ചുകൂടെ തെക്ക് മേഖലയിലും വളരെ വലിയ തോതിൽ പാകിസ്ഥാൻ സുരക്ഷാ ഭീഷണി നേരിടുന്നു. ബലൂച്ച് മേഖലയിലും ഖൈബർ പഖ്തൂൺഖയിലും ഒരുപോലെ അരങ്ങേറുന്ന വലിയ തലവേദനയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോയി മടങ്ങി വരാം. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ 2001 താലിബാൻ അധികാരത്തിൽ വരികയാണ്. 98 മുതൽ 2001 വരെ നീണ്ട ഒരു കാലഘട്ടം, അല്ലെങ്കിൽ 89 മുതൽ നീണ്ട ആഭ്യന്തര യുദ്ധം. അത് കഴിഞ്ഞ് താലിബാൻ അധികാരത്തിൽ വരികയും താലിബാൻ ഹോസ്റ്റ് ചെയ്ത അൽ ഖൈദ പ്രസ്ഥാനമാണ് അമേരിക്കയുടെ നേരെ തിരിഞ്ഞതും 9/11/2001 സംഭവിച്ചതും. അതിനുശേഷം അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായി തച്ചുടയ്ക്കുന്ന അമേരിക്കയെ നമ്മൾ കണ്ടു. താലിബാൻ നിഷ്കാസിതരായി. താലിബാൻ തിരിച്ചെത്തി. താലിബാൻ 2.0 എന്ന രൂപത്തിൽ താലിബാൻ 2021 വർഷം തിരിച്ചെത്തി ഭരണത്തിൽ. അമേരിക്കൻ സൈന്യം അവിടെ വിട്ടൊഴിഞ്ഞു പോവുകയും കുറച്ചുകൂടി മെലോ ഡൗൺ താലിബാൻ അവിടെ രംഗത്തെത്തുകയും ചെയ്തു. അവിടെ എല്ലാം സുഗമം എന്ന് വിചാരിക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാകുന്നത്. 2006 മുതൽ തന്നെ പാകിസ്ഥാനിലും ഒരു താലിബാൻ യൂണിറ്റ് തുടങ്ങുകയുണ്ടായി. തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ, പാക് താലിബാൻ എന്ന രൂപത്തിൽ അഫ്ഗാൻ താലിബാൻ്റെ മാതൃകയിൽ ഒരു തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങുകയാണ്. അതുകൊണ്ടൊരു പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയെടുക്കുക, അഫ്ഗാനിസ്ഥാനെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്ന അൽ ഖൈദ തീവ്ര ഗ്രൂപ്പുകളെ പോലെ താലിബാൻ പാകിസ്ഥാൻ കൂടി രംഗത്ത് വരികയാണ്. അപ്പോൾ അതിന് ഒരു പരിധിവരെ പാകിസ്ഥാൻ പിന്തുണ നൽകുകയാണ് താലിബാന്. അഫ്ഗാനിസ്ഥാൻ്റെ താലിബാനും പാകിസ്ഥാൻ താലിബാനെ തടയുന്നതിന് പാകിസ്ഥാൻ ഭരണകൂടം കാര്യമായി ഒന്നും ചെയ്തില്ല. ഒരു നാൾ പാക് താലിബാൻ, തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന ആ സംഘടന പാകിസ്ഥാൻ സർക്കാരിനും ഭരണകൂടത്തിനുമെതിരെ തിരിയുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ മുൻകൂട്ടി കണ്ടില്ല. ഇപ്പോഴത് സംഭവിച്ചിരിക്കുന്നു. പാക് താലിബാൻ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളെ ആക്രമിക്കുകയാണ്. അതിന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയും പിന്തുണയുമുണ്ട് എന്നതാണ് വളരെ രസകരമായ കാര്യം. അങ്ങനെയെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള പാകിസ്ഥാൻ്റെ പാതകൾ അത് ഖൈബർ പാസ് കടന്നാണ് പോകേണ്ടത്. പലയിടങ്ങളിലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയെ നമ്മൾ വിളിക്കുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ പരമ്പരാഗതമായ ബ്രിട്ടീഷിൻ്റെയും ഇതര രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗതമായ അതിർത്തിയാണ് ഡ്യൂറൻഡ് ലൈൻ. ഹെൻറി ഡ്യൂറൻഡ് എന്ന ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി 18-ാം നൂറ്റാണ്ടിൽ വരച്ച വരയാണ്. ആ ഒരു ഡ്യൂറൻഡ് ലൈൻ ഇന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒഫീഷ്യൽ അതിർത്തിയാണ്. പക്ഷേ ആ ഒഫീഷ്യൽ അതിർത്തിയെ ഇപ്പോൾ പുതിയ താലിബാൻ ഭരണകൂടം വിശേഷിപ്പിക്കുന്നത് സാങ്കല്പിക രേഖ എന്ന് മാത്രമാണ്. ഇമാജിനറി ലൈൻ എന്നാണ് പറയുക. അതിനർത്ഥം എന്താണ്? പഷ്തു ഭാഷ സംസാരിക്കുന്ന പത്താൻമാരുടെ ഇടം, പത്താൻമാർ വസിക്കുന്ന ഇടം, ഖൈബർ പഖ്തൂൺഖ എന്ന പാകിസ്ഥാനിലെ ഇടം മാത്രമല്ല, അവിടുത്തെ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും പഷ്തു ഭാഷ സംസാരിക്കുന്ന പഠാൻ വിഭാഗക്കാരാണ്. അവർക്കാണ് അവിടെ മേധാവിത്വം. അവരാണ് കാബൂളും കണ്ടഹാറും ഒക്കെ നിയന്ത്രിക്കുന്ന പ്രധാന വംശീയ വിഭാഗം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകമതാണ്. അങ്ങനെയെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിന്, അല്ലെങ്കിൽ താലിബാൻ ഗവൺമെൻറ്റിന് പാകിസ്ഥാൻ്റെ ഈ പഠാൻ മേഖലകൾ, ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ള, ഷാഹിദ് അഫ്രീദി ഉൾപ്പെടെയുള്ള പല ക്രിക്കറ്റ് താരങ്ങളും കടന്നു വന്ന ആ ഒരു മേഖലയാണ്. ഖൈബർ പഖ്തൂൺഖ മേഖലയിലൊരു കണ്ണുണ്ട്. അത് പാകിസ്ഥാൻ താലിബാനെ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ നിരന്തരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ തിരിച്ചടിയും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം ഏതാനും ചെക്ക് പോയിന്റുകൾ ആക്രമിക്കുകയാണ് ചെയ്തത്. ഏതാനും പാക് സൈനികർ അവിടെ വധിക്കപ്പെട്ടു. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഏറിയൽ അറ്റാക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് വരികയാണ്. അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാമല്ലോ, താലിബാനാണ് ഭരണത്തിലെങ്കിലും സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്.
അഫ്ഗാൻ മണ്ണിലേക്ക് പാകിസ്ഥാൻ്റെ പോർ വിമാനങ്ങൾ നിരന്തരം ബോംബ് ചെയ്യുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പല തവണയായി. അഫ്ഗാനിസ്ഥാൻ ഉഗ്രമായി പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനെതിരെ ആക്രമണമുണ്ടായി, ഏറിയൽ അറ്റാക്ക് ഉണ്ടായി. ഇതിനെല്ലാം അർത്ഥമെന്താണ്? ഡ്യൂറന്റ് ലൈനിന് ഇരുപുറവുമായി കിടക്കുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തികച്ചും മോശമായ ബന്ധമാണുള്ളത്. അവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി. ഇന്ത്യ നന്നായി വാച്ച് ചെയ്യുകയാണ്. ഈ സംഭവവികാസങ്ങൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ അസ്ഥിരപ്പെടുത്താനായി പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ വടക്ക് പടിഞ്ഞാറൻ മണ്ണ് അസ്ഥിരമാകുന്നത് ഇന്ത്യ സാകൂതം വീക്ഷിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ഭരണകൂടത്തോടെ ആശയപരമായ പല വിയോജിപ്പുകളും ഇന്ത്യക്ക് ഉണ്ടാകാമെങ്കിലും തന്ത്രപരമായി ഈ ഒരു പോരാട്ടത്തിൽ ഭാരതത്തിൻ്റെ തന്ത്രപരമായ ഇൻട്രസ്റ്റ് കൺവേർജ് ചെയ്യുന്ന മേഖലയാണ് അഫ്ഗാനിസ്ഥാൻ. അത് മാത്രമല്ല, ഇറാനിലെ ചബഹാർ എന്ന തുറമുഖം വികസിപ്പിക്കാനായി $500 മില്യൺ സഹായമാണ് ഇന്ത്യ കൊടുത്തത്. മാത്രമല്ല, ഇന്ത്യയുടെ ഒരു കരാറുണ്ട്. ചബഹാർ രണ്ട് തുറമുഖങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. അതിലെ ഒരു തുറമുഖം വികസിപ്പിച്ചത് പൂർണ്ണമായും ഇന്ത്യയുടെ സഹായത്തോടു കൂടി തന്നെയാണ്. അങ്ങനെയെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ചരക്ക് നീക്കം, പ്രത്യേകിച്ച് ഗോതമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കണമെങ്കിൽ ഇറാനിലെ ചബഹാർ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കുകയും അതുവഴി മധ്യേഷ്യയിലേക്കും ഈവൻ റഷ്യയിലേക്ക് പോലും ഉള്ള പാതയാണ് ചബഹാർ റൂട്ട്. ഇതെല്ലാം തന്ത്രപ്രധാനമായ ഒരു പങ്കാളിയെ അഫ്ഗാനിസ്ഥാനെ ഭാരതം ഇന്ന് കാണുന്നു. ഭാരതത്തിൻ്റെ പിന്തുണ എന്ന് പറയാനാവില്ല എങ്കിലും ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾ അവിടെ കൺവേർജ് ചെയ്യുന്നു. പാകിസ്ഥാൻ എല്ലാ ശ്രദ്ധയും പടിഞ്ഞാറൻ മണ്ണിലേക്ക്, അതായത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂച്ച് മേഖലയിലേക്കും അതുപോലെ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് അല്ലെങ്കിൽ ഖൈബർ പഖ്തൂൺഖയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. ഭരണപരമായ പ്രതിസന്ധിയുണ്ട്. ആഭ്യന്തര വൈരുദ്ധ്യത്താൽ ഉഴലുകയാണ് പാകിസ്ഥാൻ. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് പ്രയോജനകരമാകുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഇനി ഒരു മേജർ യുദ്ധം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഭവിക്കുമോ എന്നതാണ് എല്ലാവരുടെയും ചുണ്ടിലെ ചോദ്യം.